നമസ്കാരം, ഞാൻ വിനീഷ് രോഹിണി. ഞാനും നിങ്ങളും അടങ്ങുന്ന ഈ ഒരു സമൂഹത്തിൽ ഒട്ടുമിക്ക ആൾക്കാരും എഡ്യൂക്കേറ്റഡ് ആണ്. നല്ലൊരു സാലറിയിൽ ജോലി ലഭിക്കണമെങ്കിൽ നഗരപ്രദേശങ്ങളിലേക്ക് നമ്മൾ ചേക്കേറേണ്ടി വരും. നമ്മൾ ഈ ഭൂരിഭാഗം പേരും ഗ്രാമപ്രദേശങ്ങളിലാണ് താമസിക്കുന്നത്. ഇങ്ങനെ നമ്മൾ നഗരപ്രദേശങ്ങളിലേക്ക് പോകുമ്പോൾ അവിടെ നമ്മളൊരു റെന്റ് വീടെടുത്തിട്ടാണ് നമ്മൾ താമസിക്കുക, അവിടെ ജോലി ചെയ്യുക. സ്വന്തമായിട്ടൊരു ഭവനം വാങ്ങിക്കുക എന്ന് പറഞ്ഞാൽ വലിയ എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യമാണ്. എന്നാൽ നഗരപ്രദേശങ്ങളിലെ എല്ലാവർക്കും സ്വന്തം ഭവനം എന്ന രീതിയിൽ കേന്ദ്ര ഗവൺമെന്റ് ഒരു പുതിയ പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ട്. എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയില്ല, പക്ഷേ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് വിശദമായിട്ട് കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടതിന് ശേഷം ഈസി ആയിട്ട് നിങ്ങളിത് അപ്ലൈ ചെയ്ത് നിങ്ങൾക്ക് വീട് സ്വന്തമാക്കാനും സാധിക്കുന്നതാണ്. എന്തൊക്കെയാണ് ഈ വീടുമായി ബന്ധപ്പെട്ട പദ്ധതിയിൽ ഉൾപ്പെട്ട് എന്നുള്ള കാര്യങ്ങൾ മുഴുവനായിട്ട് പറയാൻ പോവുകയാണ് വീഡിയോക്കകത്ത്. സോ നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നത്, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോകൾ യഥേഷ്ടം നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. ഈ പദ്ധതിയുടെ പേര് PMAY അർബൻ 2.0 എന്നാണ്. നഗരപ്രദേശങ്ങളിൽ 2024-29 കാലയളവിൽ 1 കോടിയോളം വീടുകൾ നിർമ്മിക്കുക എന്നതാണ് ലക്ഷ്യം. നഗരങ്ങളിലെ ദരിദ്രർക്കും ഇടത്തരം വരുമാനമുള്ളവർക്കും സ്വന്തമായിട്ടൊരു വീട് ഈ ഒരു പദ്ധതി പ്രകാരം നൽകുന്നു. 10 ലക്ഷം കോടി രൂപയുടെ വമ്പൻ നിക്ഷേപമാണ് ഈ ഒരു പദ്ധതിക്കായിട്ട് ഒരുക്കി വെച്ചിരിക്കുന്നത്. പദ്ധതിയുടെ പ്രധാന ഘടകങ്ങളിലേക്ക് നമുക്ക് പോവാം. 1 BLC കോമ്പണന്റ്, 2 AHP കോമ്പണന്റ് ആൻഡ് 3 ARHC കോമ്പണന്റ് ആൻഡ് 4 ISS കോമ്പണന്റ്. ഈ BLC കോമ്പണന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തമായിട്ട് സ്ഥലമുള്ള ഗുണഭോക്താക്കൾക്ക് പുതിയ വീട് നിർമ്മിക്കുന്നതിനുള്ള നേരിട്ടുള്ള ധനസഹായം. അതായത് സ്വന്തമായിട്ട് നിങ്ങൾക്ക് സ്ഥലമുണ്ട്, അവിടെ ഒരു പുതിയ വീട് നിർമ്മിക്കണം, അതിന് നിങ്ങൾക്ക് നേരിട്ടുള്ള സഹായം ചെയ്യുന്നു. അപ്പോൾ അത് BLC കോമ്പണന്റ് എന്നാണ് അറിയപ്പെടുക. രണ്ടാമത് AHP കോമ്പണന്റ്. അതിന്റെ അർത്ഥം സർക്കാരും സ്വകാര്യ മേഖലയിൽ ചേർന്ന് കുറഞ്ഞ ചെലവിൽ നിർമ്മിക്കുന്ന ഫ്ലാറ്റുകൾ, സമുച്ചയങ്ങൾ, അതാണ് ഉദ്ദേശിക്കുന്നത്. അതായത് സർക്കാരും ചില സ്വകാര്യ കമ്പനികളൊക്കെ കൂടിയിട്ട് കുറെ ഫ്ലാറ്റുകൾ ജനങ്ങൾക്ക് വെച്ചു കൊടുക്കും താമസിക്കാൻ വേണ്ടിയിട്ട്, അത് സ്വന്തമായിട്ട് തന്നെ. അപ്പൊ അങ്ങനെയുള്ള പദ്ധതികളാണ് അത് AHP കോമ്പണന്റ്. അത് എല്ലാ സ്ഥലങ്ങളിലും ഉണ്ടായിരിക്കില്ല, ഏതെങ്കിലും ഒരു മെത്തേഡിലായിരിക്കും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും. സ്ഥലം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. ഇനി ഒന്നുമില്ലാത്തവർക്ക് സർക്കാരും ഈ പറഞ്ഞ സ്വകാര്യ മേഖലയിലുള്ള കമ്പനികളോ വ്യക്തികളോ അങ്ങനെ ചേർന്നിട്ട് ടീമായിട്ട് ചേർന്നിട്ട് ചെയ്യുന്ന ഒരു പദ്ധതിയാണ്. അടുത്തത് ARHC കോമ്പണന്റ് എന്നാണ് പറയാം. നഗരങ്ങളിലെ കുടിയേറ്റ തൊഴിലാളികൾക്കും വിദ്യാർത്ഥികൾക്കും താങ്ങാനാവുന്ന വാടക വീടുകൾ. ഇത് വാടക വീടുകളാണ്. അപ്പൊ ചെറിയ എമൗണ്ട് മാത്രമേ ഇതിന് റെന്റ് ഉണ്ടാവുള്ളൂ. അങ്ങനെയുള്ള വീടുകളിൽ ചെറിയ എമൗണ്ട് റെന്റ് ഉണ്ടാവും. സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ക്വാർട്ടേഴ്സുകളുണ്ട്, അവിടെ ചെറിയ റെന്റ് മാത്രമേ അവർക്കുണ്ടാവും, വലിയ എമൗണ്ട് ഒന്നും ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെ അതുകൊണ്ടാണ് പ്രത്യേകം പറഞ്ഞിരിക്കുന്നത്, കുടിയേറ്റ തൊഴിലാളികളും അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്കും വേണ്ടിയിട്ട് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സംഭവമാണ്. അത് ARHC കോമ്പണന്റ് എന്ന് പറയും. ദെൻ അടുത്തതാണ് ISS കോമ്പണന്റ് എന്ന് പറയും. ഭവന വായ്പകൾ എടുക്കുന്നവർക്ക് കുറഞ്ഞ പലിശ നിരക്കിൽ ഇൻട്രസ്റ്റ് സബ്വെൻഷൻ, തിരിച്ചടവ് സൗകര്യം. അതായത് ചെറിയ പലിശ മാത്രമേ ഉണ്ടാവുള്ളൂ, വലിയ പലിശ ഉണ്ടാവില്ല. എല്ലാവർക്കും ഭവന വായ്പ നൽകുന്ന ഒരു തരത്തിലുള്ള ഒരു പദ്ധതിയാണ് ISS കോമ്പണന്റിൽ വരിക. അപ്പൊ നിങ്ങൾക്ക് ഏത് വേണം ചെയ്യാം. ലാൻഡിന് നിങ്ങൾക്ക് ഇത് ചെയ്യാം. ഇനി ലാൻഡും ഒന്നുമില്ലെങ്കിൽ നിങ്ങൾക്ക് AHP കോമ്പണന്റിൽ ചെയ്യാം. ഇനി അല്ല, നിങ്ങൾക്ക് ടെമ്പററി മാത്രം മതി, വീട് വാടകയ്ക്ക് മതി എന്നുണ്ടെങ്കിൽ ARHC കോമ്പണന്റ് ചെയ്യാം. അടുത്തതായിട്ട് നിങ്ങൾ ലോൺ ഓൾറെഡി എടുക്കുന്നുണ്ടെങ്കിൽ അതിൽ ലോണിലെ തിരിച്ചടവ് കുറയാൻ വേണ്ടിയിട്ട്, അതായത് ഇൻട്രസ്റ്റ് കുറയാൻ വേണ്ടിയിട്ട് ISS കോമ്പണന്റ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഏത് വേണം നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം. ഇതാണ് പദ്ധതിയുടെ പ്രധാനപ്പെട്ട 4 ഘടകങ്ങൾ എന്ന് പറയുന്നത്. ഇനി യോഗ്യതയും മാനദണ്ഡവും നമുക്ക് നോക്കാം. ഇൻകം ലിമിറ്റ്, യോഗ്യതയും മാനദണ്ഡവുമാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. 1 EWS, LIG, MIG എന്നീ വിഭാഗങ്ങൾക്ക് അപേക്ഷിക്കാം. അതായത് സാമ്പത്തികപരമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ആൾക്കാർക്ക്. നമ്പർ 2, ഇന്ത്യയിൽ എവിടെയെങ്കിലും നമുക്ക് വീട് ഉണ്ടെങ്കിൽ ഈ സൗകര്യപ്രകാരം വീട് കാര്യങ്ങൾ ലഭിക്കും. നിലവിലുള്ളവർക്ക് ഇത് കിട്ടില്ല. ആൻഡ് നമ്പർ 3, ആധാർ കാർഡ്, റേഷൻ കാർഡ്, വ്യക്തമായ വരുമാന സർട്ടിഫിക്കറ്റ് എന്നിവ ഉണ്ടായിരിക്കണം. അപ്പൊ ഈ 3 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. 1, സാമ്പത്തികപരമായിട്ട് പിന്നോക്കം നിൽക്കുന്നവർക്കാണ് കിട്ടുന്നത്, സ്വന്തമായിട്ട് വീടോ കാര്യങ്ങളോ ഉള്ളവർക്ക് കിട്ടില്ല. 3ാമത്തത് ആധാർ കാർഡ്, റേഷൻ കാർഡ്, അതുപോലെ തന്നെ സ്വന്തമായിട്ട് വരുമാന സർട്ടിഫിക്കറ്റ് എന്നിവ ഉണ്ടായിരിക്കണം. വില്ലേജ് ഓഫീസർ സാക്ഷ്യപ്പെടുത്തിയ സർട്ടിഫിക്കറ്റ് ആണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് യോഗ്യത ഉണ്ട്. ഇനി സാമ്പത്തിക സഹായം എന്ത് കിട്ടും എന്നതാണ് അടുത്തത്. ഹൗസിംഗ് കോസ്റ്റ്, വീട് പണിയുന്നതിനോ അല്ലെങ്കിൽ റെഡിമെയ്ഡ് ഫ്ലാറ്റുകൾ വാങ്ങുന്നതിനോ വരുന്ന മൊത്തം ചെലവ് കിട്ടും. അത് ഹൗസിംഗ് കോസ്റ്റ് ആണ്. എല്ലാ പൈസയും കിട്ടും. വീട് പണിയുന്നതിനും കിട്ടും, അതുപോലെ റെഡിമെയ്ഡ് ഫ്ലാറ്റുകൾ വാങ്ങുന്ന മുഴുവൻ എമൗണ്ട് കിട്ടും. അടുത്ത ഗവൺമെന്റ് സബ്സിഡിയാണ്. കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും ചേർന്ന് നൽകുന്ന തിരികെ അടക്കേണ്ടതില്ലാത്ത
ധനസഹായം, അതായത് തിരിച്ചടക്കണ്ട അങ്ങനെയുള്ള സഹായം. മാക്സിമം അസിസ്റ്റൻസ് എന്ന് പറയുന്നത് 2.5 lakhs സബ്സിഡി കിട്ടും. അതായത് ഈ പറഞ്ഞ ലോൺ എടുക്കുന്ന സമയത്തുള്ള സബ്സിഡി കാര്യങ്ങളൊക്കെ ലഭിക്കും. ഇനി വീടാണ് കൊടുക്കുന്നെങ്കിൽ അത് വീടായിട്ട് നമുക്ക് ലഭിക്കും. ഇനി അല്ല റെന്റഡ് ഹൗസ് ആണെങ്കിൽ അങ്ങനെ നമുക്ക് ലഭിക്കും. അല്ല നിലവിലെടുത്ത വീടിന് നമ്മൾ ലോണിന്റെ ഇൻട്രസ്റ്റ് കുറയുന്നുണ്ടെങ്കിൽ അതിന് സബ്സിഡി ലഭിക്കും. 2.5 lakhs ആണ് അത് ലഭിക്കുക. സോ എങ്ങനെ അപേക്ഷിക്കാം? വെരി സിമ്പിൾ. ഓൺലൈൻ പോർട്ടൽ ഉണ്ട്. PMAYUവിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് അപേക്ഷിക്കാം. ഇതൊന്നും അറിയില്ലെങ്കിൽ തൊട്ടടുത്തുള്ള അക്ഷയ കേന്ദ്രത്തിലോ അല്ലെങ്കിൽ CSC കേന്ദ്രത്തിലോ നിങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ കോൺടാക്ട് ചെയ്ത് അവർ ചെയ്തു തരുന്നത്. അതോടൊപ്പം തന്നെ അടുത്തുള്ള മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ കോർപ്പറേഷൻ ഓഫീസിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റും. പ്രത്യേകം പറയണം, PMAYU അതാണ് അർബൻ ആണ്. ഗ്രാമപ്രദേശങ്ങളിൽ നഗരപ്രദേശങ്ങളിലുള്ളവർക്കാണ്. ഗ്രാമപ്രദേശങ്ങളിലുള്ളവർക്ക് വേറെ പ്ലാൻ ഉണ്ട്. അത് തീർച്ചയായിട്ടും അതിന്റെ വീഡിയോ എന്തായാലും ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾ നഗരപ്രദേശങ്ങളിലാണ് താമസിക്കുന്നവരെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക, വില്ലേജ് എന്ന് കമന്റ് ചെയ്യുക. വില്ലേജ് എന്ന് കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഗ്രാമപ്രദേശങ്ങളിലുള്ളവർക്ക് ഉള്ള വീഡിയോ ഞാൻ എന്തായാലും ചെയ്യുന്നതായിരിക്കും. ഇപ്പൊ ചെയ്തിട്ടുള്ളത് അർബൻ ഏരിയയിലുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ്. ഓക്കെ, വാടക വീട്ടിൽ നിന്നും സ്വന്തം വീട്ടിലേക്ക് ഒരു ചുവടുവെപ്പ്. നിങ്ങളുടെ സ്വപ്ന ഭവനം യാഥാർത്ഥ്യമാക്കാൻ പറ്റും ഈ ഒരു പദ്ധതി പ്രകാരം. സർക്കാർ നമുക്ക് വേണ്ടിയിട്ടാണ് ഓരോ പദ്ധതികൾ ആവിഷ്കരിച്ചിരിക്കുന്നത്. അത് ജാതി ഭേദമന്യേ, പാർട്ടി ഭേദമന്യേ നമുക്ക് എല്ലാവർക്കും നമുക്ക് കിട്ടുന്ന ഒരു കാര്യമാണ്. വലിയ കാശുകാരെ പ്ലാൻ ചെയ്തിട്ടല്ല ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. എല്ലാ സാധാരണക്കാർക്കും, അതായത് വരുമാനം കുറഞ്ഞിട്ടുള്ള ആൾക്കാരെയും സമൂഹത്തിന് മുന്നിൽ അവരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ഒരുപാട് പദ്ധതികൾ തയ്യാറാക്കുന്നത്. ആ പദ്ധതിയുടെ ഭാഗം നമ്മളായി മാറുന്നതിന് ചേർന്ന് നമുക്ക് അവകാശപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പോയിട്ട് അപ്ലൈ ചെയ്യുന്നത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഇത് ഇന്ന ആൾക്കാരാണ് ചെയ്യുന്നത്, ഇന്ന് കേന്ദ്ര ഗവൺമെന്റാണ് ചെയ്യുന്നത്. കേന്ദ്ര ഗവൺമെന്റ് എന്ന് പറയുമ്പോൾ അതിനെ ഒരു പാർട്ടിയായിട്ട് ഒരിക്കലും നമ്മൾ കാണരുത്. അതൊരു പാർട്ടിയായിട്ട് കാണരുത്. അത് നമ്മുടെ ഗവൺമെന്റ് ആണ്. നമ്മളിപ്പോൾ ഈ രാജ്യത്ത് നിന്ന് പുറത്തെവിടെ പോകുമ്പോൾ ഇന്ത്യ പാസ്പോർട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതിനെ നമ്മളൊരു പാർട്ടിയുടെ പേരിലല്ല ആ പാസ്പോർട്ടിനെ നമ്മൾ കാണുന്നത്. അപ്പൊ നമ്മുടെ രാജ്യമാണ്. നമ്മുടെ രാജ്യത്ത് എന്ത് പ്ലാൻ ഇൻട്രൊഡ്യൂസ് ചെയ്താലും അത് നമ്മുടെ അവകാശമാണ്. ആ അവകാശം വാങ്ങിച്ചെടുക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് തന്നെ നമ്മളിത് പോവുക, അപ്ലൈ എടുക്കുക. നിങ്ങൾ ഏത് രാഷ്ട്രീയ പാർട്ടി ആയിക്കോട്ടെ, ഏത് കാര്യങ്ങളായിക്കോട്ടെ, നിങ്ങളുടെ അവകാശമാണ് എന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ സ്വയം പോവുക. മറ്റുള്ളവരെല്ലാവരും, പല ആൾക്കാരും നിങ്ങളെ ചിലപ്പോൾ ഇത് തടസ്സം വെക്കാനുണ്ടാവും. കാരണം ഇതൊന്നും നമുക്ക് ഇവിടെ എങ്ങനെ ഉണ്ടാവില്ല, അങ്ങനെ ഉണ്ടാവില്ല, ഇങ്ങനെ ഉണ്ടാവില്ല. പക്ഷെ എല്ലാവർക്കും ഇത് കിട്ടും. ഇന്ത്യയിലെ ഓരോ പൗരനും അവകാശപ്പെട്ടതാണ്. നിങ്ങൾ തൊട്ടടുത്തുള്ള അക്ഷയ സെന്ററിൽ, CSC സെന്ററിൽ പോയി കഴിഞ്ഞ് PMAYU എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഇതിന്റെ ബാക്കി ഫോർമാലിറ്റീസ് കാര്യങ്ങളൊക്കെ ചെയ്തു തരുന്നതാണ്. അപ്പൊ ഇത് അറിയാത്ത ഒരുപാട് ഫ്രണ്ട്സ്, റിലേറ്റീവ്സ്, കൊളീഗ്സ് ഒക്കെ ഉണ്ടാവും. നിങ്ങളുടെ പല യൂണിയൻ, അസോസിയേഷൻ, വാട്സ്ആപ്പ് ഗ്രൂപ്പുകളൊക്കെ ഉണ്ടാവും. എല്ലാ സ്ഥലങ്ങളിലേക്ക് ഇപ്പൊ തന്നെ ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ ഇവിടുത്തെ വീഡിയോ ഇഷ്ടമായ ലൈക്ക്. മറ്റൊരു മികച്ച വീഡിയോ ആയിട്ട് നമ്മൾ നാളെ കാണാം. ഇറ്റ്സ് മീ ഷോണി സൈനിങ് ഓഫ്. ബൈ.